ആത്മഹത്യാ മുൻപ് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുവിശേഷം സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവം അവരോട് എങ്ങനെ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട്. കയ്യിൽ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അതാണ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടിടക്കരുത്, മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കാണത്. അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് മാറ്റമില്ല. കാര്യം എന്താ, ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, വേദന അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, രോഗമറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, കടങ്ങൾ അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ചൈതന്യം ഇരട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൽ സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടം